നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന കാര്യം ശനിദോഷത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ശനിദോഷം അനുഭവിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ ഈ പറയുന്നത്. പലർക്കും അനുഭവത്തിലുള്ള കാര്യമാണ് ശനിദോഷം. ശനിദോഷവും തരും, അതേപോലെ തന്നെ സുഖവും തരും. എന്നാൽ ശനി നമ്മുടെ ജാതകത്തിൽ നമുക്ക് നല്ല സ്ഥാനത്തായിരിക്കണം എന്നുണ്ട്. ശനി നമ്മുടെ ജാതകത്തിൽ നമുക്ക് ദുസ്ഥാനത്താണെങ്കിൽ ഈ പറയുന്ന ശനിനെ കൊണ്ട് ഗുണങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് കിട്ടിയില്ല എന്ന് വരും. ചിലപ്പോൾ നമുക്ക് ദോഷാനുഭവങ്ങൾ കിട്ടിയെന്നും വരും. ശനി നമുക്ക് ജാതകത്തിൽ നല്ല സ്ഥാനത്താണെങ്കിൽ നമുക്ക് ചിലപ്പോൾ വാരിക്കൊരു തന്നെന്നും വരും. അങ്ങനെയുണ്ട്. അപ്പോ ശനി പല വിധത്തിലുണ്ട്, നമുക്ക് അനുഭവത്തിൽ വരും. പല വിധത്തില് ശനിനെ കൊണ്ട് അനുഭവങ്ങൾ ഉണ്ടാവും നമുക്ക്. അപ്പൊ നമ്മുടെ ശനിദോഷത്തെ പറ്റി, ശനിദോഷത്തിൽ വരുന്ന കാര്യങ്ങളെ പറ്റിയല്ല ഞാൻ കൂടുതലായിട്ട് ഈ വീഡിയോയിൽ പറയുന്നത്. ആർക്കൊക്കെ ശനിദോഷം ഇപ്പോൾ അനുഭവത്തിലുണ്ട്, ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്ന ഒരു വിഷയമാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. അതായത് അവിട്ടം അര, ചതയം, പൂരുരുട്ടാതി, മുക്കാലി. ഇവർക്കിപ്പോൾ ഏഴര ശനിയുടെ അവസാനമാണ്. അതായത് ഇവർ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ്. ഇവരുടെ ഈ ഏഴര ശനി എന്ന് പറഞ്ഞ 7.5 കൊല്ലമാണ്. അപ്പൊ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഇവരുടെ ഏഴര ശനി തീരാൻ പോകുന്ന ഒരു സമയമാണ്. ഇനിയും ഒന്നിച്ചില്ല വർഷം കൂടിയുണ്ട്. കാരണം ഇപ്പോൾ മീനൻ രാശിയിൽ നിൽക്കുന്ന ശനി മേടൻ രാശിയിലേക്ക് പോകുമ്പോൾ ഇവരുടെ ഏഴര ശനി തീരും. അതായത് കുംഭക്കൂറുകാരുടെ ഏഴര ശനി തീരണമെന്നുണ്ടെങ്കിൽ ശനിയുടെ അടുത്ത രാശിമാറ്റത്തോടുകൂടിയേ അത് സംഭവിക്കുകയുള്ളൂ. ഇപ്പോൾ ഏഴര ശനി അനുഭവിക്കുന്ന ഈ നക്ഷത്രക്കാരാണ് അവിട്ടം, മര, ചതയം, പൂരുരുട്ടാതി, മുക്കാലി. ഇവർക്ക് കുറച്ചുകൂടി ശനി അനുഭവത്തിലുണ്ടാവും. ഇനി അതുകൂടാതെ മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ, അവർക്കും ഏഴര ശനിയാണ്. അവർക്ക് ഏഴര ശനി തുടങ്ങിയിട്ട് കുറെ നാളായി. ഏഴര ശനി 7.5 കൊല്ലമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഏതൊക്കെ നക്ഷത്രമാണ്? പൂരുരുട്ടാതി, കാലി, ഉത്രട്ടാതി, രേവതി. ഇവർക്കും ഇപ്പോൾ ഏഴര ശനി ആണ്. അതായത് 3 രാശിക്കാർക്കാണ്, അല്ലെ 3 രാശിക്കാർക്കാണ് ഇപ്പോൾ ഏഴര ശനി അനുഭവത്തിലുള്ളത്. അതൊന്ന് കുംഭം കൂറ്, അതായത് കുംഭൻ രാശി, ഒന്ന് മീനക്കൂറ്, മീനൻ രാശി, ഒന്ന് ഇടവക്കൂറ്, മേടക്കൂറ്, മേടൻ രാശി. അതായത് തൊട്ടടുത്ത 3 രാശികൾ. ഈ രാശികളിൽ വരുന്ന നക്ഷത്രക്കാർക്കാണ് ഇപ്പോൾ ഏഴര ശനിയുടെ അനുഭവം ഉള്ളത്. അപ്പൊ ഞാൻ കുംഭൻ രാശിയുടെ നക്ഷത്രങ്ങൾ പറഞ്ഞു. ഇനി മീനൻ രാശിയുടെ നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി, കാലി, ഉത്രട്ടാതി, രേവതി. ഇവർക്കും ഇപ്പോൾ ഏഴര ശനിയാണ്. അതോടൊപ്പം ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ജന്മശനിയും കൂടിയാണ്. അതും കൂടെ ഓർക്കണം. ഈ മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജന്മശനിയും കൂടിയാണ്. അങ്ങനെയുണ്ട്. അതായത് ഇവരുടെ ജന്മരാശിയിലാണ് ശനി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ജന്മശനി എന്ന് പറയുന്നത്. ഈ ശനി 4 വിധത്തിലുണ്ട്. അതായത് ഒന്ന് ഏഴര ശനി, ഒന്ന് ജന്മശനി, ഒന്ന് അഷ്ടമശനി, ഒന്ന് കണ്ടകശനി. അങ്ങനെ 4 വിധത്തിൽ. ഇനി ഇതുകൂടാതെ ശനിയുണ്ട്. അത് ജാതകത്തിലെ ശനിയാണ്. അത് 19 വർഷവും ജാതകത്തിലെ ശനി. ഈ ജാതകത്തിലെ ശനി കൂടാതെയാണ് ഇത് ഗോചരപരമായിട്ട് വരുന്നതാണ് ഈ ഏഴര ശനിയും കണ്ടകശനിയും അതേപോലെ തന്നെ അഷ്ടമശനിയും ജന്മശനിയും ഒക്കെ. അപ്പൊ ഇനി മൂന്നാമത് വരുന്ന രാശിക്കാരേതാണ് ഈ ഏഴര ശനി അനുഭവത്തിലുള്ളത്? അശ്വതി, ഭരണി, കാർത്തിക, കാലി, മേടക്കൂറുകാരാണ്.
ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ 7.5 ശനിയുടെ തുടക്കമാണ്. ഒരു വർഷം കഴിഞ്ഞ് അവർക്ക് 7.5 ശനി തുടങ്ങിയിട്ട്. അപ്പൊ അതിലെ അശ്വതി ഭരണി കാർത്തിക കാലി മേടക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് 7.5 ശനിയുടെ തുടക്കമാണ്. ഇത് കൂടാതെ മൂലം, പൂരാടം, ഉത്രാടം കാലി ഇവർക്ക് ഇപ്പോൾ കണ്ടക ശനി ആണ്. അപ്പൊ 7.5 ശനി ഈ 3 രാശിക്കാരുടെ 7.5 ശനി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ശനിദോഷമുള്ളവര് മൂലം, പൂരാടം, ഉത്രാടം കാലി ഇവർക്ക് ഇപ്പോൾ കണ്ടക ശനിയാണ്. ഈ കണ്ടക ശനി 2.5 കൊല്ലവും 7.5 ശനി 7.5 കൊല്ലവും. അപ്പോ ഈ നക്ഷത്രക്കാർക്ക്, ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് കണ്ടക ശനിയുടെ സമയവും. അപ്പൊ ഇവരുടെ കണ്ടക ശനി മാറണമെന്നുണ്ടെങ്കിൽ ആരുടെ ആണെങ്കിലും 7.5 ശനിയാണെങ്കിലും കണ്ടക ശനിയാണെങ്കിലും അഷ്ടമശനിയാണെങ്കിലും ജന്മശനിയാണെങ്കിലും അത് മാറണം എന്നുണ്ടെങ്കിൽ രാശിമാറ്റം ഓരോ ശനിയുടെ ഓരോ രാശിമാറ്റത്തിലൂടെ അത് നടക്കുള്ളൂ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മൂലം, പൂരാടം, ഉത്രാടം കാലി ഇവർക്ക് കണ്ടക ശനിയാണ്. ഇനി കണ്ടക ശനിയുള്ള മറ്റു നക്ഷത്രക്കാരെ പറ്റി പറയാം. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, അര. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, അര ഇത് ഏതാണ്? കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവർക്ക് ശനി 7ലാണ് വരുന്നത്. ഈ ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര് അവർക്ക് 4ലാണ് ശനി വരുന്നത്. അതായത് മൂലം, പൂരാടം ഈ നക്ഷത്രക്കാർക്ക്, അതായത് മൂലം, പൂരാടം, ഉത്രാടം, കാലി ഇവർക്ക് 4ലാണ് ശനിയെങ്കിൽ ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, അര ഇവർക്ക് കണ്ടക ശനി 7ലാണ് വരുന്നത്. ഇനി ഇത് കൂടാതെ ഉണ്ട് മകീരം വരെ തിരുവാതിര, പുണർദം, മുക്കാലി ഇവർക്ക് കർമ്മഭാഗത്താണ് ശനി വരുന്നത്. അതായത് 10ലാണ്. അപ്പൊ കണ്ടകസ്ഥാനം എന്ന് പറയുന്നത് 4, 7, 10 കണ്ടകസ്ഥാനങ്ങളാണ്. അപ്പൊ കണ്ടകസ്ഥാനത്ത് ശനി നിൽക്കുമ്പോൾ അതിനെ കണ്ടക ശനി എന്നാണ് നമ്മൾ പറയുന്നത്. ഇവരെ സംബന്ധിച്ചും കണ്ടക ശനിയാണ്. ഏത്? ഈ കന്നിക്കൂറ്, ധനുക്കൂറ്, പിന്നെ മിഥുനക്കൂറ് ഈ 3 കൂറുകാരെ സംബന്ധിച്ചും അവർക്ക് ഇപ്പോൾ കണ്ടക ശനിയാണ്. അപ്പൊ ശനിയുടെ രാശിമാറ്റം ഇപ്പൊ മീനൻ രാശിയിൽ നിൽക്കുന്ന ശനിയുടെ അടുത്ത രാശിമാറ്റത്തോടെ ഇവരുടെ ഇതെല്ലാം മാറും. ശനിദോഷം മാറും, കണ്ടക ശനിദോഷം മാറും. ഇതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജാതകത്തിൽ ശനിദശയും വരും. ചിലർക്ക് അവരുടെ ജന്മശിഷ്ട ദശ വെച്ച് നോക്കുമ്പോൾ ശനിദശ കിട്ടാതെയും വരും. ഇപ്പൊ എല്ലാവർക്കും ശനിദശ കിട്ടിയെന്ന് വരില്ലട്ടോ. 120 വർഷം ആയുസ്സുള്ളവർക്കാണ് എല്ലാ ദശകളും കിട്ടാൻ സാധ്യത. മനസ്സിലായ? അതായത് നമുക്ക് 9 ദശകളുണ്ട്. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ അങ്ങനെ 9 ദശകൾ. 12 രാശികളിലായിട്ടുള്ള നക്ഷത്രക്കാർക്ക് പല വിധത്തിൽ വരും. അപ്പൊ അവരെ സംബന്ധിച്ച് ഓരോരുത്തരും ജനിച്ചു വീഴുന്നത് ഓരോ ദശകളിലാണ്. അതിനെയാണ് ജാതകത്തിൽ നമ്മൾ ജന്മശിഷ്ട ദശ എന്ന് പറയുന്നത്. അവിടെ മുതലാണ് പിന്നീടുള്ള ദശകൾ നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ ചിലവർക്ക് ഇത് കിട്ടിയില്ല എന്ന് വരും. ശനിദശ എല്ലാ ദശകളും എല്ലാവർക്കും കിട്ടിയില്ല എന്നും വരും. ചിലവർക്ക് കിട്ടും, ചിലവർക്ക് കിട്ടില്ല. എന്നാൽ നല്ലൊരു ഭാഗം ആൾക്കാർക്കും ശനിദശയും രാഹുദശയും കിട്ടാതെ പോവുകയില്ല. അങ്ങനൊരു ഇതുണ്ട്. ഇവരുടെ ശനിദശയിലും രാഹുദശയിലൊക്കെ ആയിരിക്കുള്ളൂ മിക്ക കാര്യങ്ങളും നടക്കുന്നതും. വിവാഹം പോലെ വിവാഹം പോലെയുള്ള കാര്യങ്ങളും വീടുപണി പോലെയുള്ള കാര്യങ്ങളും ഒക്കെ നടക്കുന്നതും മിക്കവർക്കും ഈ രാഹുദശയിലും ശനിദശയിലൊക്കെ ആയിരിക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും വരുന്നത്. ഇതിലൊന്നും കുഴപ്പമൊന്നുമില്ല. എന്നിരുന്നാലും ശനിദശയിലും രാഹുദശയിലും ഒക്കെ കുറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഓരോരുത്തരുടെ അനുഭവത്തിലും ഉണ്ടാകുകയും ചെയ്യും. അത് ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ചാണ് അത് കടന്നു വരുന്നത്. ജീവിത സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജന്മ ലഗ്നം കൊണ്ടുള്ള സാഹചര്യങ്ങൾ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്.
അപ്പോ ഇത് കൂടാതെ ഇനിയുണ്ട് ഈ ശനി വരുന്നുണ്ട്. എങ്ങനെയാണ്? ഓരോ ദശകളിലും അപഹാരങ്ങളായി ശനി വരും. അതും വരും. ഓരോ ദശകളിലും അപഹാരങ്ങളായിട്ട്. ഇപ്പൊ ഒരു ദശയില് ശനിയുടെ അപഹാരമായിട്ട് ശനി വരും. അങ്ങനെ അപഹാരങ്ങളായിട്ടും ശനി വരാറുണ്ട്. അപ്പൊ ഇതിന്റെ പരിഹാര ക്രിയകൾ എന്താണ്? ഇല്ലേ, ചോദ്യം ഉണ്ടാവും. ഇതിന് എന്താണ് പരിഹാരം? അല്ലെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നു ചേരും? ഇതൊക്കെ ഒന്നിച്ച് ഒരു വീഡിയോയിൽ നമുക്ക് പറയാൻ പറ്റില്ല. അതിനുവേണ്ടി അടുത്ത ഒരു വീഡിയോയിൽ ഇതിന്റെ പരിഹാരങ്ങൾ സഹിതം അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. ഇപ്പോ ശനിദോഷം അനുഭവിക്കുന്ന നക്ഷത്രക്കാരെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, അതായത് ഏത് നക്ഷത്രക്കാർക്കാണ് ശനിദോഷം ഉള്ളത്, അത് ഏത് ശനിയാണെങ്കിലും, ഏഴര ശനിയാണെങ്കിലും കണ്ടക ശനിയാണെങ്കിലും അഷ്ടമി ശനിയാണെങ്കിലും ജന്മശനിയാണെങ്കിലും ഉള്ള ആ നക്ഷത്രക്കാരുടെ ഒരു ചെറിയ വിവരമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഇവിടെ അവതരിപ്പിച്ചത്. അടുത്ത വീഡിയോയിൽ ഇതിന്റെ പരിഹാരങ്ങളും അതുപോലെ തന്നെ മറ്റ് ശനിദശയിലുണ്ടാകുന്ന ദോഷാനുഭവങ്ങളും വിവരിക്കുന്ന വീഡിയോ അടുത്തതിൽ ഉണ്ടാകും. ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.